തലസ്ഥാനത്ത് പതിവില് നേരത്തെ ആയിട്ട് രാവിലെ 7:30 തന്നെ ബസ് എത്തി കേട്ടോ. പിന്നെ നേരെ ഫ്ലാറ്റിലേക്ക് പോയി. ഫ്ലാറ്റിലേക്ക് എത്തുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു ഫസ്റ്റ് തന്നെ ക്ലീനിങ് ചെയ്യേണ്ടി വരുമെന്ന്. കാരണം റൂമിൽ അപ്പടി അഴുക്കായിട്ടുണ്ടാവും. പിന്നെ ഞാൻ വേറെ ഒന്നിനും പോകാതെ ഫസ്റ്റ് തന്നെ അടിച്ചു വാരി. കാരണം അത്രയ്ക്ക് പൊടി ഉണ്ടായിരുന്നു. അടിച്ചു വാരാൻ നമുക്ക് അതിലൂടെ നടക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അടിച്ചു വാരിയപ്പോൾ തന്നെ ഒരു പകുതി സമാധാനമായി. കാരണം അടിച്ചു വാരാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അടിച്ചു വാരി കഴിഞ്ഞിട്ട് ട്രോളിത്തെ സാധനങ്ങളെല്ലാം അൺപാക്ക് ചെയ്തു. അല്ലാതെ തുടയ്ക്കാൻ പോയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ട്രോളീൻ്റെ പരിപാടിയൊക്കെ കൂടി കഴിഞ്ഞിട്ട് തുടയ്ക്കൽ ലാസ്റ്റ് ചെയ്യാമെന്ന്. പിന്നെ ഞാൻ ബാഗിൽ നിന്ന് മേക്കപ്പ് സാധനങ്ങളും പിന്നെ ഡ്രസ്സും ഒക്കെ എടുത്തിട്ട് അലമാരിയിലേക്ക് വെച്ചു. ഈ ഒരു ചെറിയ ട്രോളിയിൽ ഫുൾ ഷൂവും പിന്നെ അല്ലറ ചില്ലറ മേക്കപ്പ് സാധനങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചു. പിന്നെ അച്ചാറും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം വരുമ്പം. പിന്നെ അമ്മ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വെച്ച് കുറച്ച് ന്യൂസ് പേപ്പേഴ്സൊക്കെ തന്നു. പിന്നെ വലിയ ട്രോളീൻ്റെ അകത്ത് ഫുൾ ഡ്രസ്സുകളായിരുന്നു കേട്ടോ. ഈ ട്രോളീൻ്റെ ഒരു അവസ്ഥ നോക്കി ഈ ബസ്സിലും ട്രെയിനിലൊക്കെ കൊണ്ടുവന്ന് ഫുൾ സ്ക്രാച്ച് ആയിട്ടുണ്ട്. പിന്നെ ട്രോളിയിലത്തെ ഡ്രസ്സുകളൊക്കെ എടുത്തു വെച്ചു. ഓൾറെഡി അന്ന് പോകുമ്പോൾ ഫുൾ പരത്തിയിട്ടതുകൊണ്ട് അലമാരിത്തെ ഡ്രസ്സൊക്കെ തട്ടൊക്കെ തെറ്റി വൃത്തിയില്ലാതെ കിടക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു. പിന്നെ എൻ്റെ സ്ട്രൈറ്റ്നറും കോളറൊക്കെ ആയിരുന്നു ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ഇതിൽ ഫുൾ എൻ്റെ ജ്വല്ലറീസ് ഉണ്ടായിരുന്നു, ബുക്സ് ഉണ്ടായിരുന്നു, പിന്നെ ബാഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അലമാരയിലേക്ക് വേഗം തന്നെ ആ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ പാക്കിംഗ് ക്യൂബ്സ് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പുറത്തേക്ക് വെച്ചു. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം ആ ട്രോളിത്തെ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതങ്ങനെ അവിടെ കുറേ ദിവസം കിടക്കും. അതുകൊണ്ട് വേഗം ആ പരിപാടി തീർത്തു.